ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്ലട്ടർ ഫോർ ന്യൂബ്സ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ടർ സെറ്റപ്പ് വെച്ചിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും, പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ, അതായത് ഒരു ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ്സ്, വയർ ഫ്രെയിം, ഡാറ്റാബേസ്, ഒരു ഇനീഷ്യൽ ഡാറ്റാബേസ് ഡിസൈൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോഡ് എഴുതി തുടങ്ങി. അതിനകത്ത് വിത്തിൻ 30 മിനിറ്റ്സ് എങ്ങനെയാണ് ഒരു ഫയർ ബേസ് ഓതൻറ്റിക്കേഷൻ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ചെയ്തു. ഇത്രയും ചെയ്ത കോഡുകളെല്ലാം മുൻപത്തെ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിനകത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സോഴ്സ് കോഡ് റിലേറ്റഡ് ഡൗട്ട് ഉള്ളവരൊക്കെ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദെൻ നമുക്കിന്ന് വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലോഗിൻ മാത്രമേ ചെയ്തുള്ളൂ, സൈനപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സൈനപ്പ് ഫോം ഡിസൈൻ ചെയ്ത് എങ്ങനെ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫയർബേസ് ഓതൻറ്റിക്കേഷനകത്ത് ഇമെയിലും പാസ്വേഡും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൊഫൈൽ എന്നുള്ളൊരു ഡാറ്റാബേസ്, മീൻസ് ഫയർബേസ് ഡാറ്റാബേസിനകത്ത് നമുക്കൊരു കളക്ഷൻ, പ്രൊഫൈൽസ് കളക്ഷനകത്ത് ഒരു പ്രൊഫൈൽ ഡോക്യുമെൻറ്റും ക്രിയേറ്റ് ചെയ്യാം ഡാറ്റാബേസിൻ്റെ പാർട്ടായിട്ട്. ദെൻ കുറച്ച് ബേസിക് വാലിഡേഷൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ക്വിക്കായിട്ട് ഫയർബേസ് ഇൻറ്റഗ്രേഷനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലിഡേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ വാലിഡേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു ഫോർഗട്ട് പാസ്വേഡ് സ്ക്രീനും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സോഴ്സ് കോഡ് എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തി അത്രയും തന്നെയുള്ളൂ സോഴ്സ് കോഡിനകത്ത്. വേറെ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരുന്നത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത്, അപ്പോൾ പാസ്വേഡ് തെറ്റിച്ച് കൊടുത്തിട്ടൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ എറർ മെസ്സേജുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. കറക്റ്റായിട്ടാണ് നമ്മൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹോം സ്ക്രീനിലേക്ക് പോകണം, ഓതൻറ്റിക്കേഷൻ സക്സസ് ആവണം. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ഒരു സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഓൾറെഡി നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു സൈനപ്പ് ഫോം ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ബേസിക് സ്ട്രക്ചർ നമുക്കിവിടെ ഉണ്ട്. നമ്മളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈനപ്പ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് വാച്ച് ചെയ്യുക, കാരണം ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഓൾറെഡി ലോഗിൻ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത്, മീൻസ് നമ്മൾ എങ്ങനെ സ്പീഡിൽ ചെയ്യാം എന്നുള്ള മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഓരോ ലൈൻ ബൈ ലൈൻ കോഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമ്മൾ മുൻപത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ നമ്മളുടെ ആർക്കിടെക്ചർ ഫ്ലോയും സോഴ്സ് കോഡ് എവിടേക്കൊക്കെ എടുക്കണേ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് അത് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഒരു സൈനപ്പ് ഫോമാണ്. സൈനപ്പ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ UI ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ UI എടുക്കുന്നത് പ്രസൻറ്റേഷനകത്ത് പേജസിനകത്താണ്. ഇപ്പോൾ സൈൻ ഇൻ സ്ക്രീൻ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ സൈൻ ഇൻ സ്ക്രീൻ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു UI ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കണം അല്ലേ. അതായത് ഇതുപോലെ തന്നെ ഫീൽഡ്സ് ഒക്കെ തന്നെയായിരിക്കും, ബട്ടൺ സ്റ്റൈൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇത് റീനെയിം ചെയ്യാം. നമുക്കിവിടെ സൈൻ അപ്പ് സ്ക്രീനാക്കാം. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ സ്ക്രീൻ കോപ്പി ചെയ്ത് സൈൻ അപ്പ് സ്ക്രീൻ ആക്കി. ദെൻ ഇവിടെ ഒരു സൈൻ ഇൻ സ്ക്രീൻ ഉണ്ട്, അത് നമുക്ക് റീഫാക്ടർ ചെയ്യാം. റീഫാക്ടർ ചെയ്തിട്ട് അതും സൈൻ അപ്പിന് കൊടുക്കാം. ഓക്കെ, സൈൻ അപ്പ് സ്ക്രീനിൽ കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ്, നമുക്കിതിനകത്ത് ഇത് റൂട്ടിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നാവിഗേഷൻസിലേക്ക് പോകാം. നമുക്ക് ലോഗിൻ സ്ക്രീനകത്ത് ഓൾറെഡി ഇവിടെ ഒരു സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ സ്ക്രീൻ ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സൈൻ അപ്പ് സ്ക്രീനകത്ത് ജസ്റ്റ് നമുക്ക് ഇത് സൈൻ അപ്പ് സ്ക്രീൻ ആണ് എന്ന് മനസ്സിലാവാനായിട്ട് നമ്മൾ ഇനീഷ്യലി ഏറ്റവും മുകളിൽ ഇവിടെ കാണിക്കുന്ന ഒരു ലേബൽ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് സൈൻ അപ്പ് സ്ക്രീൻ ആണ് എന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓത്ത് വെൽക്കം എന്നുള്ള ലേബലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഓത്ത് വെൽക്കം സൈൻ അപ്പ് എന്നാക്കാം. ദെൻ നമുക്ക് മെസ്സേജിലേക്ക് പോയിട്ട് ഈ ഒരു പുതിയ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബൽ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ മെസ്സേജ് മാപ്പിനകത്ത് അങ്ങനത്തെ രണ്ടർ വേണം, നമുക്ക് പുതിയ രണ്ടർ വേണം.
ഓക്കെ, തൽക്കാലത്തേക്ക് വെൽക്കം ടു സൈനപ്പ് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈനപ്പ് സ്ക്രീൻ ആണെന്ന് മനസ്സിലാവും. ദെൻ നമുക്കിനി നാവിഗേഷനിലേക്ക് പോവാം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റൂട്ട് ഇവിടേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സൈനപ്പ് എന്നുള്ള റൂട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അപ്പോൾ സൈനപ്പ് ആണെങ്കിൽ ഇവിടെ റൂട്ടാണെങ്കിൽ സൈൻ സ്ക്രീൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സൈൻ ഇൻ ആണെങ്കിൽ സൈൻ സ്ക്രീൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോർഗെറ്റ് പാസ്വേഡ്, ഹോം, ഇത്തരം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുതിയ റൂട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് ഓൾറെഡി ഉള്ള റൂട്ട് കോപ്പി ചെയ്തെടുക്കാം, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ അഗെയിൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റൂട്ടിൻ്റെ പേര് സൈനപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആ റൂട്ടിൻ്റെ പേര് ഇവിടെ കോപ്പി ചെയ്തിടാം, സൈനപ്പ് എന്ന് കൊടുത്തു. ദെൻ ഡമ്മി സ്ക്രീനിന് പകരം നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈനപ്പ് സ്ക്രീനിൻ്റെ ക്ലാസ് നെയിം ഇവിടെ കൊടുക്കാം. ഈ സൈനപ്പ് സ്ക്രീനാണ് നമ്മൾ റൂട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനകത്ത് കൺസ്ട്രക്ടറിനകത്ത് നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല, ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അതിൻ്റെ ഇമ്പോർട്ട് പ്രോപ്പറായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൈനപ്പ് എന്നുള്ള റൂട്ട് വരുന്ന സമയത്ത് നമുക്ക് സൈനപ്പ് സ്ക്രീൻ ലോഡാവും. ഓക്കെ, ഇനി നമുക്ക് അഗെയിൻ സൈൻ ഇൻ സ്ക്രീനിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു സൈനപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് ജനറേറ്റർ ഗെറ്റ് ലേബൽ സൈനപ്പ്. അപ്പോൾ ഇതാണ് ആ ടെക്സ്റ്റ് ബട്ടൺ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിക്ക് എവിടെയാണെന്ന് നോക്കാം. ക്ലിക്ക് ഓൺ ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺടെക്സ്റ്റ് ഡോട്ട് ഗോ സൈനപ്പ് ഇവിടെ നമ്മൾ ഓൾറെഡി അന്നേ കൊടുത്തിരുന്നു, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈനപ്പ് എന്നുള്ളൊരു റൂട്ട് ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഇവിടേക്ക് വരും. ഇവിടേക്ക് വന്നിട്ട് റൂട്ടിൻ്റെ പേര് സൈനപ്പ് എന്നായതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ സൈനപ്പ് സ്ക്രീൻ ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സൈനപ്പ് സ്ക്രീൻ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിച്ച് നോക്കാം, റീലോഡ് അടിച്ച് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൈൻ ഇൻ സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് URL ഇവിടെ കാണുമ്പോൾ അറിയാം, ഇത് നമുക്ക് സൈൻ ഇൻ സ്ക്രീനാണ്. നമുക്ക് സൈനപ്പിൻ്റെ ബട്ടൺ ക്ലിക്കിലാണ് നമ്മൾ കോഡ് എഴുതിയിരിക്കുന്നത്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. സൈനപ്പ് വരുന്ന സമയത്ത് URL ഇവിടെ മാറിയിട്ടുണ്ട്. വെൽക്കം ടു സൈനപ്പ്, നമ്മളുടെ പുതിയ സൈനപ്പിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈനപ്പ് സ്ക്രീൻ ലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈനപ്പ് സ്ക്രീനിൻ്റെ UI പ്രോപ്പർ ആക്കാം. ഓക്കെ, ആദ്യം അപ്പോൾ ഇതാണ് സൈനപ്പ് സ്ക്രീൻ. അപ്പോൾ വെൽക്കം ടു സൈനപ്പ് എന്നുള്ള മെസ്സേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇത് പ്രോപ്പർലി ചെയ്യാനായിട്ട് നമുക്ക് സൈനപ്പിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഒരു യൂസർ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആളുടെ ഇമെയിൽ പാസ്വേഡ് വെച്ചിട്ടുള്ള ലോഗിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇമെയിൽ വേണം, ദെൻ പാസ്വേഡ് വേണം. പാസ്വേഡ് കൺഫേം ചെയ്യിപ്പിക്കണം. കാരണം പാസ്വേഡ് കൺഫേം ചെയ്തില്ലെങ്കിൽ ആളിപ്പോൾ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ ഏതാ പാസ്വേഡ് എന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിസ്റ്റത്തിലും എല്ലാ സോഫ്റ്റ്വെയർസിലും നിങ്ങൾക്ക് യൂഷ്വലി കാണാവുന്നൊരു മെക്കാനിസമാണത്. അപ്പോൾ അത് മീൻസ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതൊരു കൺഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് കൺഫേം പാസ്വേഡ് ഇരിക്കുന്നത്. പിന്നെ നമുക്കൊരു നെയിം വാങ്ങാം. ഞാനിത് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം അങ്ങനെയൊന്നും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പേഴ്സൻ്റെ പേര് മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ഓക്കെ, ഫോൺ നമ്പർ നമുക്ക് ഇപ്പോൾ വാങ്ങണമെങ്കിൽ വാങ്ങാം, പക്ഷേ ഇപ്പോൾ നമുക്ക് OTP ബേസ്ഡ് ഒരു ലോഗിൻ നമുക്ക് ചെയ്യാം, ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോൺ നമ്പർ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ മോഡിഫൈ ചെയ്യാതൊക്കെ നമുക്ക് അപ്പോൾ പഠിക്കാമല്ലോ. അപ്പോൾ ഇമെയിൽ, പാസ്വേഡ്, നെയിം, ഇത്തരം കാര്യങ്ങൾ മതി. നമുക്ക് പ്രൊഫൈൽ ഇമേജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇമേജ് അപ്ലോഡ് എങ്ങനെയാണ് പഠിക്കുന്നത്, മീൻസ് അത് ചെയ്യുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ അജണ്ടയിൽ അതില്ല. നമുക്കൊരു ഓതൻറ്റിക്കേഷൻ മൊഡ്യൂളിലേക്ക് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ സേവ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ഫയർബേസിൻ്റെ ഓതൻറ്റിക്കേഷൻ മൊഡ്യൂളിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ എന്നാലും നമ്മളതൊരു പുതിയ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഫ്യൂച്ചർ സ്കോപ്പ് നമുക്ക് ഈ പ്രൊഫൈൽ എന്നുള്ള ഡാറ്റാബേസിൻ്റെ അകത്തുള്ളൊരു ഡോക്യുമെൻറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അതായത് പല ഡീറ്റെയിൽസും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓതൻറ്റിക്കേഷൻ്റെ ആ മൊഡ്യൂളിൽ തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് എപ്പോഴും ഒരു പുതിയ കളക്ഷനായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പുതിയ കളക്ഷനിൽ എങ്ങനെ സേവ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമേജ് കാര്യങ്ങൾ നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇത് ഇൻ്റർവ്യൂ റിലേറ്റഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആളുടെ ഡൊമൈൻ വേണമെങ്കിൽ വാങ്ങാം.
അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണോ, HR ആണോ, മീൻസ് എന്ത് ഡൊമൈനിലുള്ള ഇൻ്റർവ്യൂസാണ് ആൾ എടുക്കാൻ പോകുന്നതെന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ആൾക്കൊരു ഡൊമൈൻ എന്നുള്ളൊരു ഇൻപുട്ട് നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് മതി. ഇപ്പോൾ അഗെയിൻ ഇത് പഠിക്കാനുള്ള രീതിയിൽ നമുക്ക് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇൻപുട്ട് ഫീൽഡ്സ് വേണമല്ലോ. അപ്പോൾ ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, കൺഫേം പാസ്വേഡ് ഉണ്ട്, നെയിം ഉണ്ട്, ഡൊമൈൻ ഉണ്ട്. ഇതെല്ലാം ടെക്സ്റ്റുകളായിരിക്കും. ഒന്നും നമുക്ക് വേറെ ഇൻപുട്ട് ഫീൽഡുകളൊന്നും ഇപ്പോൾ കറൻ്റ് നമുക്ക് ആവശ്യമില്ല, എല്ലാം ടെക്സ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളേഴ്സ് തന്നെ മതി. 2 നമ്മുടെ കയ്യിലുണ്ട്, ഇമെയിലും പാസ്വേഡ് നമുക്കുണ്ട്, ബാക്കി 3 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്തിടാം. ദെൻ ഇമെയിൽ കൺട്രോളർ, പാസ്വേഡ്, ദെൻ പാസ്വേഡ് കൺഫേം കൊടുക്കാം. ഓക്കെ, ദെൻ പാസ്വേഡ് കൺഫേം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, ഡൊമൈൻ ഉണ്ട്, ദെൻ നെയിം ഉണ്ട്. ഓക്കെ, 5 എണ്ണമായില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺട്രോളേഴ്സ് നമുക്ക് വേണ്ടത്. ദെൻ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എല്ലാ കൺട്രോളേഴ്സും നമ്മൾ ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഡിസ്പോസും പ്രോപ്പറായിട്ട് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൺട്രോളേഴ്സും ഡിസ്പോസിനകത്ത് നമ്മളായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്ത് കളയാം. മീൻസ് നമ്മളത് യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ വെറുതെ റെഫറൻസ് അവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കോഡ് കൊടുത്തു. ദെൻ ബ്ലോക്കിലേക്ക് വന്ന് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ചേഞ്ച് നമുക്കില്ല, നമുക്ക് നേരെ പോവാം. ഓക്കെ, ഈ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ പുതിയ ബ്ലോക്ക് നമുക്ക് ആഡ് ചെയ്യണം. സൈനപ്പിൻ്റെ റിലേറ്റഡ് ബ്ലോക്ക് നമുക്ക് ആഡ് ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ അത് ഹോൾഡ് ചെയ്യാം, നമുക്ക് UI ഇപ്പോൾ ഫോക്കസ് ചെയ്യാം. ദെൻ ഇവിടെ മുതലാണ് നമുക്ക് UI കാണിക്കുന്നത്. അപ്പോൾ ഓത്ത് വെൽക്കം സൈനപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തു, ആ വിഡ്ജറ്റ് ഇപ്പോൾ ഓക്കെയാണ്. ദെൻ ഇവിടെ മുതലാണ് അടുത്ത വിഡ്ജറ്റുകൾ വരുന്നത്. കൺട്രോളർ, ഇമെയിൽ കൺട്രോളർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽഡായിട്ട് നമുക്ക് യൂസറുടെ പേര് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്തിടാം. അതായത് ഫസ്റ്റത്തെ എഡിറ്റ് ഫീൽഡിനെ ജസ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇമെയിൽ കൺട്രോളറിന് പകരം നെയിം കൺട്രോളർ കൊടുത്തു. കീബോർഡ് ടൈപ്പ് ഇമെയിൽ അഡ്രസ്സിന് പകരം നമുക്ക് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു. ദെൻ ലേബൽ സ്മോൾ, ബാക്കിയെല്ലാം സെയിം തന്നെ മതി. ഇൻപുട്ട് ആക്ഷൻ നെക്സ്റ്റ് ആണ്, അതായത് ടാബൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്, അത് നെക്സ്റ്റ് തന്നെ മതി. ദെൻ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു. ഓക്കെ, ദെൻ ഹിൻറ്റ് കൊടുക്കേണ്ടത്, ഹിൻറ്റ് ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, ഒരു സാമ്പിൾ നെയിം ജസ്റ്റ് കൊടുക്കാം. ദെൻ ടൈപ്പ് ഇൻ യുവർ നെയിം എന്ന് കൊടുക്കാം, അതാണ് ലേബലായിട്ട് വരേണ്ടത്. ദെൻ പ്രിഫിക്സ് ഐക്കൺ, ഇമെയിലിന് പകരം നെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നെയിം ഇല്ല അല്ലേ. ഐക്കൺസിനകത്ത് എന്തെങ്കിലും നമുക്ക് സെയിം ഐക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് കോഡ് ഇതിനേക്കാളും പാടുള്ളൂ അങ്ങനത്തെ ഐക്കൺസും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ കൊടുക്കാം, പേഴ്സൺ എന്നുള്ള ഐക്കൺ കൊടുക്കാം. ദെൻ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പേഴ്സൺ നെയിം നമ്മൾ കൊടുത്തു. പിന്നെ ഇമെയിലാണ് അടുത്ത്, അത് അങ്ങനെ കിടന്നാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളത് പാസ്വേഡാണ്, പാസ്വേഡും അങ്ങനെ കിടന്നാൽ മതി. ദെൻ പാസ്വേഡ് കഴിഞ്ഞതിന് ശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ പാസ്വേഡ് കഴിഞ്ഞിട്ടിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ പാസ്വേഡ് യൂസർ 23, ദെൻ കൺഫേം പാസ്വേഡ് എന്നുള്ള ലേബൽ കൊടുത്തു. വേറെ ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് അങ്ങനെ മതി. ഓക്കെ, ദെൻ സൈൻ ഇൻ ബട്ടന് പകരം നമ്മൾ സൈൻ അപ്പ് എന്നാക്കി.
വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സബ്മിറ്റ് ക്രെഡൻഷ്യൽസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്കത് അഗെയിൻ റീനെയിം ചെയ്തിട്ട് രജിസ്റ്റർ അക്കൗണ്ട് എന്ന പേര് മാറ്റി നമ്മൾ. ദെൻ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ്, ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു സാധനമാണ്. സൈനപ്പ് പേജിനകത്ത് ഫോർഗെറ്റ് പാസ്വേഡ് വേണോ? സൈനപ്പിനകത്ത് വേണ്ടല്ലോ, നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞാൽ പോരെ. നമുക്കത് കളയാം. ഫോർഗെറ്റ് പാസ്വേഡ് നമുക്ക് ഈ സ്ക്രീനിൽ നാവിഗേഷൻ വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ അടുത്തെന്താണ്, ഇവിടെ സൈനപ്പ് ഉണ്ട്. അപ്പോൾ സൈനപ്പ് നമ്മൾ ഓൾറെഡി സൈനപ്പ് പേജിലാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇൻ പേജിലേക്കാണ് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ ഇൻ ആക്കി. ദെൻ ഇവിടെയും ആ റൂട്ടിൻ്റെ പേര് പ്രോപ്പറായിട്ട് ഉള്ളത് കൊടുത്തു, സൈൻ ഇൻ എന്നുള്ളത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് ഇവിടെ ഓൾറെഡി അക്കൗണ്ട് സൈൻ ഇൻ എന്ന് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഓക്കെ, അത് വേറെ സ്പാനിൽ കൊടുക്കാം. നമുക്ക് അതിന് ക്ലിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടെക്സ്റ്റ് സ്പാൻ ഇത് കോപ്പി ചെയ്തിട്ട് ഒന്നും കൂടി ഇട്ട് ജസ്റ്റ് മെസ്സേജ് മാത്രം കോപ്പി ചെയ്ത് സൈനിലേക്ക് ഇട്ടു. ഓക്കെ. ദെൻ സ്റ്റൈൽ റെക്കഗ്നൈസർ, അവിടെ റെക്കഗ്നൈസറിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്കതിന് ക്ലിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ ടെക്സ്റ്റ് പോലെ കിടന്നാൽ മതി. ദെൻ ഓക്കെ, കളറ് നോർമൽ കളർ മതി, നമുക്ക് കളർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കളർ ഡിഫോൾട്ട് കളറിന് മതി, റെഡ് ആക്കണ്ട. റെഡ് ലിങ്കിന് കൊടുത്ത കളറാണല്ലോ, അത് നമുക്ക് ലിങ്ക് വേണ്ട. അപ്പോൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണിച്ചു. ഓക്കെ ഫൈൻ. അടുത്തത് ഓക്കെ, ദെൻ നമുക്കൊരു ഇവിടെ ലിങ്ക് കൊടുത്തിരുന്നു, അപ്പോൾ അതങ്ങനെ എടുക്കട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ സാധനമാണ്. ഓക്കെ, ഈ ലിങ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർ ലിങ്ക് കൂടെ കൊടുക്കാം അല്ലേ. നമ്മൾ ഇവിടെയാണ് ബ്രൗസർ. ഓക്കെ, നമ്മളുടെ ഇതെന്നാർമെറ്റ് എന്നുള്ളൊരു റെപ്പോസിറ്ററിയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഡ് ഈ URL നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓത്ത് സൈറ്റ് വിസിറ്റ് ഗൈഡിനകത്ത് URL മാറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള URL കൊടുക്കാം. ഓക്കെ ഓക്കെ, ദെൻ ബാക്ക് ടു അവർ ബിസിനസ്. നമുക്ക് ഓക്കെ, അതിപ്പോൾ ജസ്റ്റ് താഴെ കാണിക്കുന്ന മെസ്സേജാണ്. അപ്പോൾ മെസ്സേജിന് വലിയ റോളൊന്നുമില്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് നല്ലത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്തു, സൈനപ്പ് പേജിനകത്ത് നമ്മൾ ആവശ്യമുള്ള, ഇപ്പോൾ ഇമെയിലും പാസ്വേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതിൻ്റെ മുകളിൽ ഒരു നെയിം ആഡ് ചെയ്തു, പിന്നെ ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഡൊമൈൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഡൊമൈൻ നമ്മൾ ആഡ് ചെയ്തു, കൺഫേം പാസ്വേഡ് വരെ ആഡ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൊമൈനും കൂടി ആഡ് ചെയ്യാം. ഡൊമൈൻ നമുക്ക് നെയിം പോലെയാണ് ഇരിക്കുന്നത്, പാസ്വേഡ് പോലെ അല്ലല്ലോ. നമുക്ക് നെയിം എന്നുള്ള സാധനം കോപ്പി ചെയ്യാം. അവിടെ നിന്ന് സൈസ്ഡ് ബോക്സ്, അത് നമുക്ക് നെയിം കഴിയുമ്പോൾ തന്നെ ഇടാമല്ലേ, ഏതാ ഡൊമൈൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡൊക്കെ കഴിഞ്ഞ അവസാനം ഡൊമൈൻ മാത്രം ഒറ്റപ്പെട്ട് എടുക്കും. നമുക്ക് ഡൊമൈൻ നെയിം കഴിയുമ്പോൾ തന്നെ വാങ്ങാം. ലൈക്ക് നമുക്കിവിടെ ആൻഡ്രോയിഡ് എന്ന് കൊടുക്കാം. ദെൻ ടൈപ്പ് ഇൻ യുവർ സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ഇതിനിപ്പോൾ എന്ത് ഐക്കൺ കൊടുക്കും, ഐക്കൺസ്. ഓക്കെ, കാറ്റഗറി കൊടുക്കാം. ഓക്കെ, നമുക്ക് ആളുടെ പേരിന് കൊടുക്കേണ്ട ഐക്കണേ, പേഴ്സണിന് പകരം ABC എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട്, ഇത് കൊടുക്കാം.
ഇത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ദെൻ ഇതിന് കൺട്രോളർ നമ്മൾ മാറ്റി കൊടുത്തില്ലേ? നെയിം കൺട്രോളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നെയിം കൺട്രോളറിന് പകരം ഡൊമൈൻ കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമെയിലിന് പകരം ഇമെയിൽ കൺട്രോളർ പ്രോപ്പറാണ്. പാസ്വേഡിൽ പാസ്വേഡ് കൺട്രോളർ ഓക്കെയാണ്. ദെൻ ഇവിടെ ഓക്കെ, ഇവിടെ കൺഫേം പാസ്വേഡാണ് വേണ്ടത്. ഓക്കെ, കൺഫേം പാസ്വേഡ് കൺട്രോളർ ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓക്കെ ഫൈൻ അത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ടൈപ്പ് ഇൻ യുവർ നെയിം എല്ലാ കാര്യങ്ങളും വന്നിട്ടില്ലേ? ടൈപ്പ് ഇൻ യുവർ നെയിം, യുവർ സ്പെഷ്യലൈസേഷൻ, ഇമെയിൽ, ഹിൻറ്റും എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. സൈൻ അപ്പ്, ദെൻ സൈൻ ഇൻ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ടെക്സ്റ്റ് സ്പാൻ കൊടുക്കുമ്പോഴുള്ളൊരു വ്യത്യാസം. അതായത് ലിങ്കും ഇതും വേറെ വേറെ ആയിട്ട് കളറിൽ കാണിക്കാനായിട്ട്. ഓക്കെ അഗൈൻ അതൊക്കെ ബിഡ്ജറ്റിൻ്റെ ബേസിക്സ് ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. ദെൻ ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈൻ പേജിലേക്ക് പോയി, സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈൻ അപ്പ് പേജിലേക്ക് വന്നു. ഓക്കെ നൗ നമുക്കിനി ചെയ്യാനുള്ളത് ഗ്യാപ്പ് ഒന്ന് പ്രോപ്പറാക്കാം. ടൈപ്പ് ഇൻ യുവർ നെയിം. ഓക്കെ അത്തരത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇതിൽ 32 ആണ് കേടുന്നത്. അത് തന്നെ കോപ്പി ചെയ്തിട്ടപ്പോൾ വന്നൊരു ഇഷ്യൂ ആണ്. അവിടെ 32 വേണം നെയിമിന്, അതിന് ശേഷം 32 വേണ്ട, നമുക്കതിൻ്റെ പകുതി ഹൈറ്റ് മതി. ഇത് കഴിഞ്ഞിട്ടുള്ളതിനും പകുതി ഹൈറ്റ് മതി. ഓ പകുതി വേണ്ട അല്ലേ, 8 ഒക്കെ മതി അല്ലേ? സോറി 8 ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 8 തന്നെ മതി, ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണ്ടേ. ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു. ദെൻ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ ഫൈൻ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത യു ഐ വന്നിട്ടുണ്ട്. ഇത് അഗൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ യു ഐ ആണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യു ഐ വന്നിട്ടുണ്ട്. നമുക്ക് യു ഐയിലേക്ക് വേറൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യു ഐയിലേക്ക് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ഓൾ ഓവർ ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് ആണല്ലോ, ബ്ലോക്കും പ്രോപ്പർ ആർക്കിടെക്ചറൊക്കെ വെച്ചിട്ട് ലോജിക്കും എല്ലാം വെച്ചൊരു ആപ്ലിക്കേഷനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ഐയിലേക്ക് ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാൽ അധികം മോശമാകാത്ത രീതിയിലുള്ളൊരു നോർമലി ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള യു ഐയിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്, സൈൻ ഇൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ ഫൈൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ സൈൻ അപ്പ് ബട്ടൻ്റെ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യണം. സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക്. ഓക്കെ ഇവിടെ നമ്മൾ രജിസ്റ്റർ അക്കൗണ്ട് എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് ഈ ഒരു എന്നിട്ട് അതിലേക്ക് ബ്ലോക്ക് ആഡ്, ഇവിടെ സൈൻ ഇൻ ഇവൻ്റാണ് എടുക്കുന്നത്. ഇതെല്ലാം ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിൽ വരുന്ന കാര്യങ്ങളാണ്. സൈൻ അപ്പ്, ഫോർഗെറ്റ് പാസ്വേഡ് എല്ലാം ഈ സെയിം ബ്ലോക്കിൽ തന്നെ വരുന്ന കാര്യമാണ്. നമ്മൾ വേറെ സ്ക്രീനിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്ലോക്ക് മാറ്റേണ്ട ആവശ്യമില്ല, സെയിം ബ്ലോക്ക് തന്നെ യൂസ് ചെയ്യാം. കാരണം എല്ലാം ഓതൻറ്റിക്കേഷൻ ബ്ലോക്ക് തന്നെയാണല്ലോ. ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തന്നെ ഓത്ത് സൈൻ ഇൻ ഇവൻ്റ് പോലെ നമുക്കൊരു ഓത്ത് സൈൻ അപ്പ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓത്ത് സൈൻ അപ്പ് ഇവൻറ്റ്, ദെൻ അതിൻ്റെ കൺസ്ട്രക്ടറും പേര് പ്രോപ്പറായിട്ട് ഇട്ടു. ദെൻ ഇമെയിൽ പാസ്വേഡ് നമുക്ക് പിന്നെ വേണ്ടത് നെയിം, ദെൻ ഇമെയിൽ പാസ്വേഡ് നെയിം, പിന്നെ ഡൊമൈൻ, ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ ഡെഫിനറ്റ്ലി നമുക്ക് കൺഫേം പാസ്വേഡും നമുക്ക് ബ്ലോക്കിലേക്ക് കൊണ്ടുപോയിട്ട് ലോജിക്ക് അവിടെ തന്നെ എഴുതാം. യു ഐയിൽ ചെക്കിംഗ് ഒന്നും എഴുതണ്ട. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് സൈനപ്പിലേക്ക് വരേണ്ടത്. നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ടർ പ്രോപ്പർ ആക്കാം. ആഡ് ഫൈനൽ ഫീൽഡ്. ഓക്കെ അപ്പോൾ കൺസ്ട്രക്ടർ പ്രോപ്പറാക്കി. ഓത്ത് സൈനപ്പ് ഇവൻറ്റ്, ഈ ഇവൻ്റാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് സൈനപ്പ് സ്ക്രീനിൽ നിന്ന്. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ഇവൻറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ബ്ലോക്കിലേക്ക് നമുക്ക് സൈനപ്പ് ഇവൻ്റാണ് ആഡ് ചെയ്യേണ്ടത്.
ഓക്കെ, നമുക്കിവിടെ പ്ലെയിൻ ആയിട്ട് ഓക്കെ, ഇത് പൊസിഷൻ പാരാമീറ്റർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമെയിൽ നെയിം എല്ലാ കാര്യങ്ങളും ഇല്ലേ? ഓക്കെ, ഇമെയിൽ പാസ്വേഡ് നെയിം നമുക്ക് യു ഐയുടെ ഓർഡറിൽ തന്നെ വേണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇമെയിൽ പാസ്വേഡ് നെയിം കൺഫേം പാസ്വേഡ് ഡൊമൈൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കൺഫേം പാസ്വേഡ് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടേക്കാം. ഓക്കെ, ഇത് പൊസിഷൻ പാരാമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം. ഇമെയിൽ പാസ്വേഡ് ദെൻ കൺഫേം പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ് ദെൻ നെയിം ഡോട്ട് ടെക്സ്റ്റ് ദെൻ ഡൊമൈൻ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ആ ഇവൻറ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്താ, ഇവൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബ്ലോക്ക് ഫയലിലേക്ക് പോകാം. ബ്ലോക്കിനകത്ത് ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ബ്ലോക്ക് എടുത്തു. ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിൽ ഓക്കെ, നമുക്ക് മാക്സിമൈസ് ചെയ്ത് വയ്ക്കാം തൽക്കാലത്തേക്ക്. ഓക്കെ, ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിലൊക്കെയാണ് നമ്മൾ വരുന്നത്. ഓൺ ഓതൻറ്റിക്കേഷൻ ഇവൻ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എല്ലാം കൂടി ട്രൈനകത്ത് റാപ്പ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് അതിനകത്ത് കാര്യം ചെയ്യാം. ഓക്കെ, ഫൈൻ. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന്, ഈ ഓൺ ഓതൻറ്റിക്കേഷൻ ഇവൻറ്റ് പോലെ നമുക്ക് ഓൺ സൈനപ്പ് ഇവൻറ്റ് അല്ലെങ്കിൽ ഓൺ സൈൻ ഇവൻറ്റ്, അങ്ങനെ നമുക്ക് ഇവൻറ്റുകൾ വെച്ചിട്ട് ഈ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് പലതും എഴുതാം. പക്ഷേ ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസം ട്രൈ ക്യാച്ചൊക്കെ ഫുള്ളായിട്ട് റാപ്പ് ചെയ്തുകൊണ്ട് ആ കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതെല്ലാം ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അഗെയിൻ, ഇതാണോ നല്ല പെർഫോമൻസ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല. മീൻസ് പെർഫോമൻസിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവും ഇതിനകത്ത്. പക്ഷേ എന്നാലും നമുക്ക് കൺവീനിയൻറ്റ് വഴി ഇതായതുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നു. പെർഫോമൻസ് ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ചും ഇഫും കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പെർഫോമൻസ് വേരിയേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ ഇത് നമുക്ക് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള കാര്യങ്ങൾ എൽസ് ഇഫിനകത്തോട്ട് എഴുതി ദെൻ ഓത്ത് സൈനപ്പ് ഇവൻറ്റിലേക്ക് ആക്കി എമിറ്റ് കോൾ ഗെറ്റ് ലേബൽ സൈനപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഓൾറെഡി. നമുക്ക് ChatGPT യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെസ്സേജുകൾ, യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജുകൾ ChatGPT യൂസ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അഗെയിൻ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ChatGPT ഒക്കെ ഉള്ളപ്പോൾ വലിയ കണ്ടൻറ് റൈറ്റേഴ്സ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഓക്കെ ഈ ഒരു ത്രെഡ് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ക്രിയേറ്റിംഗ് അക്കൗണ്ട് എന്നാണ് നമ്മൾ മെസ്സേജ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ദെൻ മെസ്സേജായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹാങ് ടൈറ്റ് വി ആർ രജിസ്റ്ററിങ് യു ഇൻ ടു ദ സിസ്റ്റം ദിസ് വോണ്ട് ടേക്ക് ലോങ്, അങ്ങനത്തെ ഒരു മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ
സൈനപ്പ് സ്ക്രീനിൻ്റെ തുടക്കം കാണിക്കാനുള്ള വെൽക്കം മെസ്സേജും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഗെറ്റ് റെഡി ടു ജോയിൻ അവർ കമ്മ്യൂണിറ്റി, സൈൻ അപ്പ് നൗ ടു അൺലോക്ക് ദ അമേസിംഗ് ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി വിത്ത് us. വി ആർ എക്സൈറ്റഡ് ടു ഹാവ് യു ഓൺ ബോർഡ്. ഓക്കെ, നമുക്ക് നമ്മൾ നേരത്തെ ഒരു സൈനപ്പിൻ്റെ ഒരു ലേബൽ എഴുതിയിരുന്നില്ലേ, സൈനപ്പ്, വെൽക്കം സൈനപ്പ്. ഇതിന് പകരം നമുക്കിപ്പോൾ ChatGPT നിന്ന് കിട്ടിയിരിക്കുന്ന സാധനം കോപ്പി എടുക്കാം. ഓക്കെ, വെൽക്കം ടു നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഇൻ്റർവ്യൂ ക്രാഫ്റ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഗെയിൻ നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് തന്നെ മാറിപ്പോയി. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബ്ലോക്കാണ്, ഓതൻറ്റിക്കേഷൻ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രസ് ഡയലോഗിനുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തു. ദെൻ ലോഡിങ് എന്തൊക്കെയുണ്ട്, ഓക്കെ, സബ്മിറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഓതൻറ്റിക്കേഷൻ യൂസ് കേസ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ള യൂസ് കേസാണ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത്. ഓതൻറ്റിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ യൂസ് കേസുകളുണ്ട്. കുറേ ഇല്ല, പറഞ്ഞേ ഉള്ളൂ, ഓതൻറ്റിക്കേറ്റ് യൂസർ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്കൊരു യൂസ് കേസ് കൂടി ഉണ്ടാക്കാം. എന്താണ് നമുക്ക് അടുത്ത യൂസ് കേസ്? നമുക്ക് സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അഗെയിൻ യൂസറുടെ സക്സസ്ഫുൾ ലോഗിൻ ആയതിനു ശേഷമുള്ള ആ ഓത്ത് യൂസർ മോഡലിനായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് റിട്ടേൺ ആയിട്ട് വെച്ചാൽ മതി. ദെൻ ഓതൻറ്റിക്കേറ്റ് യൂസറിന് പകരം രജിസ്റ്റർ യൂസർ എന്നാക്കാം മെത്തേഡിൻ്റെ പേര്. ദെൻ നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ്, ഇമെയിൽ, പാസ്വേഡ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇവൻറ്റിനകത്ത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം കൺസ്ട്രക്റ്റിനകത്തുള്ള പാരാമീറ്റേഴ്സ് തന്നെ നമുക്ക് എടുത്താൽ മതി, ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ യൂസ് കേസിലായിരുന്നില്ലേ. ഓക്കെ, ഇവിടേക്ക് വരാം. ദെൻ ഈ ദിസ്സുകൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഓതൻറ്റിക്കേറ്റ് യൂസർ എന്നുള്ള യൂസർ റിപ്പോർട്ട്സിനകത്ത് നമുക്കൊരു പുതിയ മെത്തേഡും വേണം. രജിസ്റ്റർ യൂസർ എന്നുള്ളതാക്കണം. ദെൻ അഗെയിൻ അവിടെയും ഇമെയിൽ, പാസ്വേഡ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ദിസ് ഡോട്ട് മാറ്റി സ്ട്രിംഗ് സ്പേസ് ആക്കി ഓക്കെ, അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസർ റെപ്പോസിറ്ററിക്ക് അകത്ത് മീൻസ് അതിൻ്റെ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്, അതിൽ നമ്മളൊരു രജിസ്റ്റർ യൂസർ എന്നുള്ള പുതിയൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്തു. ദെൻ ഓതൻറ്റിക്കേഷൻ യൂസർ മെത്തേഡിൽ നമ്മൾ ആ മെത്തേഡിനെ കോൾ ചെയ്തു. ഇവിടേക്ക് പാരാമീറ്റേഴ്സ് ഇത് ആഡ് ചെയ്ത് കൊടുത്തു. പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്താ പ്രശ്നം? ഇവിടെ എന്താണ് ഇഷ്യൂ? ടു മെനി പൊസിഷണൽ പാരാമീറ്റർ, ഓതൻറ്റിക്കേറ്റ് യൂസർ. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് രജിസ്റ്റർ യൂസർ ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ഓതൻറ്റിക്കേഷൻ യൂസ് കേസും ഓക്കെ ആയിട്ടുണ്ട്. റെപ്പോസിറ്ററി ഇംപ്ലിമെൻറ്റേഷനകത്ത് ഓക്കെ, ഇംപ്ലിമെൻറ്റേഷനകത്ത് നമുക്ക് പുതിയതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ ഇല്ല, അപ്പോൾ അത് ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്തു. ദെൻ റിമോട്ട് ഡാറ്റാ സോഴ്സിനകത്ത് നിന്ന് നമ്മൾ രജിസ്റ്റർ യൂസർ എന്നുള്ളൊരു സാധനമാണ് എടുക്കേണ്ടത്. അഗെയിൻ കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിമോട്ട് ഡാറ്റാ സോഴ്സിനകത്ത് ഓതൻറ്റിക്കേറ്റ് യൂസറിന് പകരം നമുക്കിപ്പോൾ സൈനപ്പ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ യൂസർ എന്നുള്ളൊരു മെത്തേഡിനാണ് വിളിക്കേണ്ടത്. അഗെയിൻ നമുക്ക് ഓതൻറ്റിക്കേഷൻ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന പോലെ തന്നെ സെയിം പാരാമീറ്റേഴ്സാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ അങ്ങനെ പാസ് ചെയ്തു.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിമോട്ട് ഡാറ്റ സോഴ്സിൽ ഇപ്പോൾ രജിസ്റ്റർ യൂസർ എന്നുള്ളൊരു മെത്തേഡ് ഇല്ല. അപ്പോൾ റിമോട്ട് ഡാറ്റ സോഴ്സിലേക്ക് പോകണം. ഇവിടേക്കാണ് റിമോട്ട് ഡാറ്റ സോഴ്സ്. നമ്മുടെ ആക്ച്വൽ API കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഗെയിൻ നമുക്ക് സൈനപ്പിൻ്റെ ആ സെയിം സാധനം തന്നെ കോപ്പി ചെയ്തിടാം. ഓതൻറ്റിക്കേറ്റ് യൂസർ എന്നുള്ളത് ഈ ഫ്യൂച്ചറാണ്. ഇത് കോപ്പി ചെയ്തിട്ട് ഇട്ടു. ദെൻ ഓതൻറ്റിക്കേറ്റ് യൂസറിന് പകരം നമ്മൾ രജിസ്റ്റർ യൂസറിനാക്കി. ഓക്കെ, ദെൻ ഇവിടുത്തെ ഇംപ്ലിമെൻറ്റേഷനകത്ത് എന്താണ് കൺഫേം പാസ്വേഡ്. ഓക്കെ, ദെൻ ഈ പാരാമീറ്ററിൻ്റെ ലിസ്റ്റ് അങ്ങനെ എടുത്തു. ഇത്തരം പാരാമീറ്റേഴ്സാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വേണ്ടത്. അപ്പോൾ രജിസ്റ്റർ യൂസറിനകത്തുള്ള പാരാമീറ്റേഴ്സ് നമ്മളങ്ങനെ മോഡിഫൈ ചെയ്തു. ഓക്കെ, ഇപ്പോൾ രജിസ്റ്റർ യൂസറിലേക്ക് വന്നു. അപ്പോൾ ഇത്ര നേരത്തെ ബാക്കി എററുകളെല്ലാം പോയിട്ടുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നൗ അടുത്തെന്താ ചെയ്യേണ്ടത്? ഇത്രയായി. അതായത് അഗൈൻ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ സൈനപ്പ് എന്നുള്ളൊരു പേജാണ് ചെയ്യാൻ പോയത്. ആ പേജിൻ്റെ UI നമ്മൾ ആദ്യം ചെയ്തു, ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി. അതിനകത്തുള്ള ഇൻപുട്ട് കൺട്രോൾസ് എല്ലാം നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചു പ്രോപ്പറായിട്ട്. UI നമുക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കോർ ഫംഗ്ഷനാലിറ്റി അല്ലാത്ത ബാക്കി ഫംഗ്ഷനാലിറ്റി, അതായത് സ്ക്രീൻ നാവിഗേഷൻ, അതെല്ലാം നമ്മൾ പ്രോപ്പറാക്കി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ സ്ക്രീനിൻ്റെ ആക്ച്വൽ ഫംഗ്ഷനാലിറ്റി, അതായത് സൈനപ്പ് എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടല്ലോ, ഈ ഫംഗ്ഷനാലിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ബട്ടണുകൾക്ക് ഇവിടെ മുതൽ നമ്മൾ പുറകോട്ട് അങ്ങോട്ട് നമ്മളൊരു യാത്ര ചെയ്തു. അതായത് സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, അങ്ങനെ നമ്മൾ കോഡ് ഫിക്സ് ചെയ്ത് വന്ന് അവസാനം നമ്മൾ API കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ റിമോട്ട് ഡാറ്റ സോഴ്സിലെത്തി. ഇവിടെയാണ് നമ്മൾ APIയിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫയർബേസ് ഇൻസ്റ്റൻസ് സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് മെത്തേഡാണ് വിളിക്കേണ്ടത് നമുക്കറിയില്ല. നമുക്കപ്പോൾ ഫ്ലട്ടറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അഗെയിൻ ഫയർബേസ് ഡോക്യുമെൻറ്റേഷനകത്ത് ഫ്ലട്ടർ സെക്ഷനിൽ പോവാം. നമ്മളിപ്പോൾ ഓതൻറ്റിക്കേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഈ പാക്കേജ് മീൻസ് ഈ ലൈബ്രറി, നോട്ട് ലൈബ്രറി, ഈ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളിവിടെയാണ് റെഫർ ചെയ്യുന്നത്, വേറെ മീഡിയമോ യൂട്യൂബ് വീഡിയോ ഒന്നും നമ്മൾ റെഫർ ചെയ്യുന്നില്ല. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, കാരണം അത് തന്നെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ വീക്കിൽ ചെയ്തത് എങ്ങനെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക, ആ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചെയ്തത്. അഗെയിൻ നമ്മളുടെ വീഡിയോ ഇവിടെ ഉണ്ട്, എങ്ങനെയാണ് ഫയർബേസ് പ്രൊജക്റ്റ് ആഡ് ചെയ്യുന്നത്, ആ വക ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമ്മൾ ഒരുമിച്ചിരുന്ന് കോഡ് ചെയ്ത് വിത്തിൻ 30 minutes നമുക്ക് സക്സസ്ഫുള്ളി ലോഗിൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഫയർബേസിനകത്ത്. അപ്പോൾ ആ സെയിം ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് മാനേജ് യൂസേഴ്സ് എന്നുള്ളൊരു സൈഡിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്രിയേറ്റ് എ യൂസർ എന്നാണ്. ക്രിയേറ്റ് എ യൂസർ, യു ക്രിയേറ്റ് എ ന്യൂ യൂസർ ഇൻ യുവർ ഫയർബേസ് പ്രൊജക്ട് in 4 ways. Call the create user with email and password method. Then sign in a user for the first time using federated identity provider such as Google Sign In, Facebook Login or Apple. You can also create new password authenticated users from authentication section of Firebase console. അങ്ങനെ പല വഴികളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ ഫയർബേസ് കൺസോളിൽ പോയിട്ട് ഈ ഓതൻറ്റിക്കേഷനിൽ വന്നിട്ട് ഇവിടെ ആഡ് യൂസർ കൊടുത്തു. ദെൻ ഇമെയിലും പാസ്വേഡും നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ആഡ് യൂസർ അടിച്ചു. അങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതാണ് ഒരു വഴി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിൻ ആപ്പൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വയ്ക്കാം. അഡ്മിൻ ആപ്പിനകത്ത് ചിലപ്പോൾ സൈനപ്പ് പേജിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെബോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ 1-2 യൂസേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ യൂസേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യാം. അതായത് നേരെ ഫയർബേസ് കൺസോളിൽ വന്ന് ഇവിടെ നിന്ന് ആഡ് യൂസർ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയൊരാളെ യൂസറായിട്ട് അഡ്മിനിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൂപ്പർ അഡ്മിൻ എന്നുള്ള രീതിയിൽ ഫയർബേസിൻ്റെ കൺസോൾ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അയാളുടെ ഇമെയിലും ആൾക്ക് വേണ്ട ഒരു പാസ്വേഡ് ഇവിടെ കൊടുത്താൽ മതി. ദെൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസേഴ്സിനെ ഡിസേബിൾ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ഡിസേബിൾ, ഡിലീറ്റ് എല്ലാ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു ഫയർബേസ് ഓതൻറ്റിക്കേഷൻ്റെ ഒരു സൂപ്പർ അഡ്മിൻ പവറുള്ള ഒരു കൺസോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ഒരു വഴി യൂസേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട്.
പിന്നെ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തുള്ള ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി പ്രൊവൈഡേഴ്സ് വഴി നമുക്ക് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ സെഷനിലെ ഫോക്കസ് നമ്മൾ ഇമെയിൽ ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഓപ്ഷൻ? ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് മെത്തേഡ്. ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി വേറെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് അത്ര ഈസിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിൻറ്റാക്സോ ഡോക്യുമെൻറ്റേഷനോ കൊണ്ട് കൊടുക്കാത്തത്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഈ മെത്തേഡ് കോപ്പി ചെയ്തു. മെത്തേഡ് കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് തന്നെ വന്നു. ഫയർബേസ് ഓത്ത് ഇൻസ്റ്റൻസ് സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്നുള്ള സാധനം മാറ്റിയിട്ട് ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്നാക്കി. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? യൂസർ അക്കൗണ്ട് മീൻസ് ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ആവും. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ചെയ്തത്? നമ്മുടെ സൈൻ ഇൻ പേജിന് തന്നെ കോപ്പി ചെയ്ത് എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് അടിച്ച് എല്ലാം കോപ്പി പേസ്റ്റ് അടിച്ച് ഇപ്പോൾ അഗൈൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ വീഡിയോ ഇപ്പോൾ അറൗണ്ട് അഗൈൻ ഒരു 35-40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇടയിൽ പല കഥകളും പറഞ്ഞു. ChatGPT-യിലൊക്കെ പോയിട്ട് മെസ്സേജൊക്കെ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്തു. മീൻസ് വെറുതെ ഡിസ്കസ് ചെയ്തിരുന്നു കുറേ നേരം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അഗൈൻ ഇതും വിത്തിൻ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് സൈനപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മളിപ്പോൾ വേറെ ഒന്നും കോഡൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സെയിം യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ പുതിയൊരു മെത്തേഡിൻ്റെ പേര് മാത്രം നമ്മൾ കോപ്പി ചെയ്തിട്ടു. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്തു. ഓക്കെ, ഇനി രജിസ്റ്റർ യൂസർ ഇത് പ്രോപ്പർലി നമ്മൾ ബ്ലോക്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഇത് റൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്ലോക്കിനകത്ത് ഓത്ത് സൈനപ്പ് ഇവൻ്റ് ആണെങ്കിൽ ഗെറ്റ് യൂസർ പ്രൊഫൈൽ യൂസ് കേസ്, ദെൻ ഓതൻറ്റിക്കേറ്റ് യൂസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബ്ലോക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ഈ യൂസ് കേസിനകത്ത് നമുക്ക് ഒരു രജിസ്റ്റർ ഇല്ലേ, രജിസ്റ്റർ യൂസർ, രജിസ്റ്റർ യൂസർ എന്നുള്ള സാധനം കൊടുക്കാം. ദെൻ നമുക്ക് അതിനകത്തോട്ട് വേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇമെയിൽ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഈ ഓർഡറൊക്കെ തെറ്റിപ്പോയി, അങ്ങനെ പ്രശ്നമാവണ്ട. ഓക്കെ, ഇതിവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടു. ദെൻ ഇതിനെല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ഒരു ഇവൻറ്റ് ഡോട്ട് അടിക്കണം നമ്മൾ, കാരണം അത് ഇവൻറ്റ് മീൻസ് ആ ഇവൻറ്റ് ക്ലാസ്സിൽ നിന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഓക്കെ ഫൈൻ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. അപ്പം എന്ത് പറ്റി? ബ്ലോക്കിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഓത്ത് യൂസർ മോഡൽ കിട്ടിയിട്ടുണ്ട്. ദെൻ എമിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കാര്യങ്ങളും എററും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്യാം കേട്ടോ അത്. ഓക്കെ, ദെൻ നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, നമ്മുടെ മെസ്സേജൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത് കുറേ ലൈനായിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല, എനിക്കറിയാം. പക്ഷേ എന്നാലും നമുക്കിവിടെ തൽക്കാലത്തേക്ക് തന്നെ കീപ്പ് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഉഷാറാക്കാം. UI ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനാലിറ്റിയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സൈനപ്പ് അടിച്ച് നോക്കാം കേട്ടോ എന്താ പറ്റണേന്ന്. ക്രിയേറ്റിംഗ് അക്കൗണ്ട്, അൺഎക്സ്പെക്റ്റഡ് എറർ, പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ. അൺഎക്സ്പെക്റ്റഡ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്തിട്ടില്ല, വാലിഡേഷൻ എറർ ആണത്, എല്ലാം എംപ്റ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എറർ മെസ്സേജ് കാണിക്കണം എന്നുള്ളതാണ് കറക്റ്റ് വഴി. പക്ഷേ പ്രോപ്പറായിട്ടുള്ള എറർ മെസ്സേജ് കാണിച്ചില്ലെങ്കിൽ ഒന്നും കാണിക്കാതിരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് എറർ എന്നോ അല്ലെങ്കിൽ സംതിങ് വെൻ റോങ് എന്നോ, എറർ ആണെങ്കിൽ അത് യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതല്ലാതെ മീൻസ് ആക്ച്വൽ എറർ എന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് വഴി. പക്ഷേ അത് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എറർ കാണിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മളിവിടെ വാലിഡേഷൻ എററാണ് നമുക്ക് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഒരു എറർ കാണിച്ചിട്ടുണ്ട് യൂസർ എടുത്ത്, അതായത് ബ്ലാങ്ക് ആയിട്ട് ചുമ്മാ നിന്നിട്ടില്ല. ലോഡിംഗ് ഇൻഡിക്കേറ്റർ കാണിച്ചു, ലോഡിംഗ് ഇൻഡിക്കേറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് എറർ കാണിച്ചു. ഇതാണ് നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പേരും ഡൊമൈനും നമ്മളൊന്നും ചെയ്തിട്ടില്ല, പാസ്വേഡ് കൺഫേം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, വാലിഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇമെയിലും പാസ്വേഡും വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ലാസ്റ്റ് ടൈം ഓതൻറ്റിക്കേഷൻ ഇവിടെ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം ഇമെയിൽ ID വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇത് തന്നെ ഈ ഇമെയിൽ ID തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ശരിക്കും അത് സക്സസ് ആവരുതല്ലോ. പാസ്വേഡും അങ്ങനെ കൊടുത്തു, ദെൻ നമ്മൾ സൈനപ്പ് കൊടുത്തു. അഗെയിൻ അൺഎക്സ്പെക്റ്റഡ് എറർ എന്ന് വന്നു. അതായത് അത് അഗെയിൻ അത് എററാണ്, കാരണം ഓൾറെഡി ഉള്ള മെയിൽ ID ആണല്ലോ. ഇനി നമുക്കിത് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ചിലപ്പോൾ അതും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ ജസ്റ്റ് കോഡ് എഴുതി
വേറെ പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കോഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒരു മെയിൽ ID മാറ്റി കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ട് നോക്കാം. സൈനപ്പ് ചെയ്യാം. ഓക്കെ, സക്സസ് ആയി. ഹോം സ്ക്രീനിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റി? സക്സസ് കാണിച്ചു. പക്ഷെ നമുക്ക് ഉറപ്പില്ല ഇത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത ആ മെയിൽ ID അത് ഫയർബേസ് കൺസോളിൽ വന്നിട്ടുണ്ടാവും. നമുക്കതും കൊണ്ട് നോക്കാം, അതൊന്ന് ചെക്ക് ചെയ്യാം. അത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു ഒറ്റ മെയിൽ ID ഉള്ളൂ, 2 എണ്ണം വേണമായിരുന്നു. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ടുള്ള ഒരു മെയിൽ ID ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അതായത് u.me.notes എന്നുള്ളൊരു മെയിൽ ID വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് സൈൻ സ്ക്രീൻ. അപ്പോൾ സൈനപ്പിനകത്തോട്ട് നമ്മൾ പോയി. ദെൻ ഓക്കെ, സൈനിലേക്ക് വരാം. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ID u.me.notes@gmail.com. ദെൻ പാസ്വേഡ് സെയിം തന്നെയാണ് കൊടുത്തത്. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് നോക്കാണ്. ഓക്കെ, സക്സസ് ആയി. സോ നമ്മൾ സക്സസ്ഫുള്ളി സൈനപ്പും ബേസിക് ഫീച്ചർ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സമയം നോക്കൂ, അറൗണ്ട് 45 മിനിറ്റ്സ് അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ. പുതിയൊരു സ്ക്രീൻ ചെയ്ത് നമ്മൾ സൈനപ്പ് എന്നുള്ളൊരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അഗെയിൻ ഇത് കംപ്ലീറ്റ് അല്ല, മീൻസ് ഫാൾസ് പ്രൂഫ് അല്ല, ഇഷ്യൂസ് ഉണ്ട്, വാലിഡേഷൻ നമുക്ക് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ചെയ്യാം. അതായത് ബേസിക് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ആയല്ലോ നമുക്ക്. അതായത് എല്ലാ സ്ക്രീൻസും നമുക്കായി. ഈ സൈനപ്പിൻ്റെ ഫ്ലോ, യൂസ് കേസ്, ഓതൻറ്റിക്കേഷൻ ബ്ലോക്ക്, ദെൻ റിമോട്ട് ഡാറ്റ സോഴ്സിൽ നമ്മൾ ചെയ്യുന്ന API കോൾസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വാലിഡേഷൻ ആഡ് ചെയ്യാനുണ്ട്. ദെൻ ബാക്കി ഫീച്ചേഴ്സ് ലൈക്ക് നെയിമൊക്കെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ അജണ്ട ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഫയർബേസ് ഡാറ്റാബേസിനകത്ത് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ സൈനപ്പ് ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഫയർബേസിൽ പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ 3 കാര്യങ്ങളാണ് പെൻഡിങ് ഉള്ളത്. നമുക്കപ്പോൾ നെക്സ്റ്റ് എന്താണ് നോക്കേണ്ടത്? നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോപ്പർ വാലിഡേഷൻസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ കുറേ നേരമായില്ലേ വാലിഡേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വാലിഡേഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, വാലിഡേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ 2 സ്ക്രീനാണ് നമുക്ക് UI കംപ്ലീറ്റ് ആയിരിക്കുന്നത്, സൈനിനും സൈനപ്പും. ഇത് രണ്ടിലത്തെയും വാലിഡേഷൻസ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് ആസ് പെർ നമ്മുടെ അജണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ UI കാണാം. ഓക്കെ, ഇതിനകത്ത് ഒരു ഹോം സ്ക്രീനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ലോഗിൻ സ്ക്രീൻ ഉണ്ട്. ഇമെയിലിനും പാസ്വേഡിനുമാണ് നമുക്ക് വാലിഡേഷൻ വേണ്ടത്. ഓക്കെ, പാസ്വേഡ് നമുക്ക് എന്തൊക്കെ വാലിഡേഷൻ വേണം? നമുക്ക് വാലിഡേഷൻ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ChatGPT ചോദിക്കാം, അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കാം, എന്തും ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റിൽ സെക്യൂരിറ്റി കൂട്ടാനായിട്ട് എന്തൊക്കെ വാലിഡേഷൻ വേണം അതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വാലിഡേഷൻ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ലേൺ ചെയ്യാനായിട്ട് ChatGPT യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ChatGPT എടുത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ എടുത്തു കഴിഞ്ഞാൽ വാലിഡേഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇമെയിൽ വാലിഡേറ്റർ പ്ലഗിൻ ഉണ്ട്, അതല്ലെങ്കിൽ മീൻസ് ഒരു പാക്കേജ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് കോഡ് ചെയ്ത് ചെയ്യാം. ബേസിക്കായിട്ട് നോക്കുന്നത് ഒരു റെഗുലർ എക്സ്പ്രഷൻ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ പാക്കേജ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് റെഗുലർ എക്സ്പ്രഷൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ പല റെഗുലർ എക്സ്പ്രഷനും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു റെഗുലർ എക്സ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമൻസ് ഒക്കെ വായിച്ച് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് പല ആൾക്കാരും ഇതിനകത്ത് ഡ്രോബാക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡസ് നോട്ട് അക്സെപ്റ്റ് നെയിം പ്ലസ് ഫിൽറ്റർഡ് അറ്റ് ഡൊമൈൻ, മീൻസ് ഈ പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ കുറേ ഫീഡ്ബാക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇത് സിമ്പിളാണ് പക്ഷേ ബെസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള റെഗുലർ എക്സ്പ്രഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആൻസർ ഇതാണല്ലോ, അപ്പോൾ ഇത് തന്നെ എടുക്കാം. മീൻസ് സിമ്പിളാണല്ലോ, സിമ്പിളായതുകൊണ്ട് നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് വാലിഡേഷൻ നടത്താം. ഓക്കെ,
ഓക്കെ ഓക്കെ, നമുക്ക് അഗൈൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഒരു ബേസിക് വാലിഡേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതന്നെ കൺസിഡർ ചെയ്യാം. ഇമെയിൽ വാലിഡ്. അപ്പോൾ ഇതെവിടെ, ഈ കോഡ് നമ്മളിവിടെ എഴുതണം. നമുക്ക് കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് യു ഐയിലല്ല എഴുതേണ്ടത്. യു ഐയിൽ അങ്ങനത്തെ വാലിഡേഷൻ കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്നാണ് എപ്പോഴും നല്ലത്. സൈനപ്പ് സ്ക്രീനകത്ത് നമ്മൾ നേരെ രജിസ്റ്റർ അക്കൗണ്ട് എന്നുള്ള സാധനത്തിലേക്ക് വിളിച്ച് ബ്ലോക്ക് ആഡ് ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ. അഗൈൻ ഇനി നമുക്ക് ബ്ലോക്കിലേക്ക് പോകാം. ബ്ലോക്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിനകത്ത് എത്തി. ഓക്കെ, ഇവിടെ ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിൽ വന്നു. ദെൻ സൈനപ്പ് ഇവൻ്റ് ആണ്. നമ്മൾ ക്രിയേറ്റിംഗ് അക്കൗണ്ട് എന്നുള്ള സാധനം കൊടുക്കുന്നതിനേക്കാളും മുമ്പ്, മീൻസ് ആ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എറർ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മീൻസ് യു ഐയിൽ എഴുതാതെ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളിവിടെ എറർ എമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് എറർ എമിറ്റ് ചെയ്യാൻ പറ്റും. യു ഐനകത്ത് നമ്മൾ വേറെ കോഡൊന്നും എഴുതാൻ നിൽക്കണ്ട. ഇതെല്ലാം എറർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ആ രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് സൈനപ്പ് ഇവൻ്റ് ആണോ നോക്കി. സൈനപ്പ് ഇവൻ്റ് ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഓക്കെ, സൈനപ്പ് ഇവൻ്റ് ആണെങ്കിൽ നമുക്കതിനകത്ത് ഇവൻറ്റിൻ്റെ കൂട്ടത്തിൽ കുറേ പാരാമീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇമെയിലിൻ്റെ വാലിഡേഷനാണ്. ഇഫ് ഇവൻറ്റ് ഡോട്ട് ഇമെയിൽ ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈസെംപ്റ്റി ചെക്ക് ചെയ്യാം. മീൻസ് ഓക്കെ, ഈസെംപ്റ്റി ചിലപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റെഗുലർ എക്സ്പ്രഷൻ തന്നെ കോപ്പി ചെയ്യാം. ഇമെയിൽ വാലിഡ്, ഇത് ചിലപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തും യൂസ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ. അത് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിടാം, അതല്ലെങ്കിൽ നേരെ മീൻസ് അത് ഓക്കെ ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതിയിടാം, അതായിരിക്കും സേഫ്. കാരണം നമുക്ക് ഭാവിയിൽ ഇത് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയിട്ട് മാറ്റാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കോമൺ കാര്യങ്ങളെല്ലാം എഴുതുന്നത് എവിടെയാണ്, നമ്മളുടെ യൂട്ടിലിറ്റിനകത്ത്. ഓക്കെ, ഇങ്ങനത്തെ കുറേ പാക്കേജ് ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. functions.dart എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എഴുതാം നമുക്ക്. യൂട്ടിലിറ്റി ഫങ്ഷൻസ് എഴുതാം ക്ലാസിൻ്റെ പേര്. ദെൻ pool is email valid. ഇതിനകത്ത് നമുക്ക് പാരാമീറ്റർ ആയിട്ട് വേണ്ടത് ഒരു സ്ട്രിങ് ആണ്. ദെൻ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഈ ഒരു സാധനമാണ്. ഇവിടെ പുതിയൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ടിടുന്ന് റിട്ടേൺ ചെയ്യാം. പക്ഷേ എന്നാലും നമുക്ക് റീഡബിലിറ്റി കൂട്ടാനായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇമെയിൽ എന്നുള്ളൊരു മെത്തേഡ് എഴുതി. ഇത് ക്ലാസ്സിൻ്റെ ഇതായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻസ് വെച്ചിട്ടേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ആക്കി വെക്കാം ഇതിനെ. ഓക്കെ, കാരണം ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണല്ലോ. ക്ലാസ് മീൻസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഓക്കെ ഫൈൻ. ദെൻ ഓക്കെ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. എക്സ്റ്റൻഷൻ ഫങ്ഷൻസ് എന്നുള്ളൊരു കാര്യമുണ്ട് നമുക്ക്. അതായത് അങ്ങനെ എക്സ്റ്റൻഷൻ എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ്ങിന് ഒക്കെ ഈ ഇമെയിൽ വാലിഡേഷൻ എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇൻട്രസ്റ്റ് മീൻസ് ഇത് ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ വേണമെങ്കിൽ ലേൺ ചെയ്യാം. എക്സ്റ്റൻഷൻ മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യാം.
ഈ ഇമെയിൽ വാലിഡ് എന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ നമ്മൾ ബ്ലോക്കിലേക്ക് പോയി ദെൻ ഇവിടെ യൂട്ടിൽ ഫങ്ഷൻസ് ഡോട്ട് ഇമെയിൽ വാലിഡ് ഇവൻറ്റ് ഡോട്ട് ഇമെയിൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ കണ്ടീഷൻ വേണ്ടത്. ഓക്കെ, ഇതാണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് എമിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഡിലേഡ് എമിറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് എമിറ്റ് ചെയ്യാം. ഡിലേഡ് എമിറ്റ്. ഭയങ്കര നോയ്സ് വരുന്നുണ്ടല്ലോ. നമുക്ക് എറർ സ്റ്റേറ്റ് ആണ് എമിറ്റ് ചെയ്യേണ്ടത്. ഗെറ്റ് മെസ്സേജ് ടൈറ്റിൽ. ഓക്കെ, നമുക്ക് ChatGPT എടുത്തുന്നു. ഓക്കെ, സോറി ഫോർ ദ ഡിലേ. ലൈക്ക് ഒരു ഭയങ്കര നോയ്സ് വരുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ ചെറുതായിട്ട് ശ്രദ്ധ അവിടേക്ക് പോകുന്നു. നല്ല ചെണ്ടോട്ടൊക്കെയാണ്, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അടുത്തൊരു കോളേജ് ഉണ്ട്, അപ്പോൾ കോളേജിൽ നിന്ന് ഫംഗ്ഷൻ നടക്കാൻ തോന്നുന്നു. ഓക്കെ, റൈറ്റ് error message and a title to be displayed on email invalid email if user entered invalid email. Okay, invalid email. Oops, it seems like the email you entered is invalid. Please double check and try again. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ എടുത്തു, കോപ്പി ചെയ്തു, ദെൻ നമുക്ക് ടൈറ്റിലേക്ക് അത് പാസ് ചെയ്തു. നോയ്സ് മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റില്ല. നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവാലിഡ് ഇമെയിൽ എന്നുള്ളതും ഓക്കെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെസ്സേജ് കൊടുത്തു. നമുക്ക് ഇത് തന്നെയായിരിക്കും നമുക്ക് സൈൻ ചെയ്യുന്ന സമയത്തും ഇൻവാലിഡ് ഇമെയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടേക്കാം, ലോഡിങ് ഇൻഡിക്കേറ്ററിന് മുമ്പായിട്ട്. ഓ സോറി, നമ്മൾ കണ്ടീഷൻ കോപ്പി ചെയ്തില്ല അല്ലേ. ഓക്കെ, ഓക്കെ, നമുക്ക് പാസ്വേഡും കൂടിയും കണ്ടീഷൻ എഴുതിയിട്ട് നമുക്ക് കോപ്പി ചെയ്തിടാം. എൽസ് ഇഫ് നമുക്കിതുപോലെ തന്നെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, പാസ്വേഡ് കംപ്ലൈൻറ്റ് സ്ട്രിങ് പാസ്വേഡ് ലെങ്ത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെത്തേഡ് കോപ്പി ചെയ്തെടുക്കാം, വായിച്ച് നോക്കാം തന്നെ പ്രോപ്പറാണോ എന്ന്. പാസ്വേഡ് പ്രോപ്പറാണോ ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. പാസ്വേഡും മിനിമം ലെങ്ത്തും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്വേഡ് ഓക്കെ ആണോ എന്നുള്ളത് ഈ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പർ കേസ് ഉണ്ടോ, ഡിജിറ്റ് ഉണ്ടോ, ലോവർ കേസ് ഉണ്ടോ, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടോ, മിനിമം ലെങ്ത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫംഗ്ഷൻ പറഞ്ഞു തരും.
ഓക്കെ, അപ്പോൾ നമുക്ക് അത് തന്നെ കോപ്പി ചെയ്തിടാം. അഗെയിൻ നമ്മളുടെ യൂട്ടിലിറ്റി ഫങ്ഷൻ ഏരിയയിലേക്ക് പോവാം. ഇവിടെ എഴുതാം നമുക്കത്. സ്റ്റാറ്റിക് പൂൾ ഈസ് ഓക്കെ. പാസ്വേഡ് വാലിഡ് സ്ട്രിങ് പാസ്വേഡ്. ദെൻ ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് ഓക്കെ ഓക്കെ ദെൻ ഓക്കെ A to Z ഉണ്ടോ, 0 to 9 ഉണ്ടോ, സ്മോൾ ലെറ്റർ A to Z ഉണ്ടോ, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ, മിനിമം ലെങ്ത് മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിനിമം 6 വേണമെന്നുള്ളത് നമുക്ക് വെക്കാം ലിമിറ്റ്. ദെൻ അപ്പർ കേസും ലോവർ കേസും നമ്പറും വേണമെന്ന് പറയാം. സ്പെഷ്യൽ ക്യാരക്ടർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, മീൻസ് നമുക്കത് കമൻറ്റ് ചെയ്തിട്ടേക്കാം, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. സ്പെഷ്യൽ ക്യാരക്ടർ ആഡ് ചെയ്യാൻ അത്രയും നല്ലതാണ് സെക്യൂരിറ്റി ആഡ് ചെയ്യുന്നത്, പക്ഷേ നമുക്കിപ്പോൾ ജസ്റ്റ് സാമ്പിൾ ആപ്ലിക്കേഷനില്ലേ, ഇപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പോൾ ഇതും കൂടി എനേബിൾ ചെയ്യണം എന്നുള്ളവർക്ക് കമൻറ്റ് മാറ്റിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടർ എനേബിൾ ചെയ്തിട്ടില്ല. ഡിജിറ്റ്, ലോവർ കേസ്, അപ്പർ കേസ്, മിനിമം ലെങ്ത്, ഇത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സാറ്റിസ്ഫൈ ആവോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പാസ്വേഡ് വാലിഡ് ആണോ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ എഴുതി. യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡോട്ട് ഈസ് പാസ്വേഡ് വാലിഡ്, ദെൻ ഇവൻറ്റ് ഡോട്ട് പാസ്വേഡാണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എമിറ്റ് ചെയ്യേണ്ടി വരും. ആകെ ഇതിനകത്ത് ടൈറ്റിലും മെസ്സേജ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട്, മീൻസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് വേറൊരു മെത്തേഡിലേക്ക് എഴുതാം. ഹാൻഡിൽ എറർ എന്നുള്ളൊരു ഫംഗ്ഷനിലേക്ക് എഴുതി, എന്നിട്ട് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്തിട്ടു. ഓക്കെ, ദെൻ അതിലേക്ക് അതുപോലെ ഒരു എമിറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഇഷ്യൂ? emit call invalid email. Okay, then sorry, ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ ടൈറ്റിൽ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഇതുപോലെ സ്ട്രിങ് ടൈറ്റിൽ സ്ട്രിങ് മെസ്സേജ്, ഇത് രണ്ടാണ് പാരാമീറ്റർ. എന്നിട്ട് ഈ ഹാൻഡിൽ എറർ നമുക്ക് വിളിക്കണമല്ലോ. നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഓക്കെ, ഇവിടെയാണ് ഹാൻഡിൽ എറർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എമിറ്റും നമ്മളിപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ മെസ്സേജും ഇവിടെ നിന്ന് എടുക്കാം.
ഓക്കെ, കട്ട് ചെയ്യുന്നു, മെസ്സേജ് ആക്കുന്നു. ദെൻ എവിടെയായിരുന്നു സ്ഥലം? ഓക്കെ, ഇവിടെ മെസ്സേജിന് പകരം നമ്മൾ അതവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഹാൻഡിൽ എറർ അതിലേക്ക് പാസ് ചെയ്തു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇമെയിൽ ഇൻവാലിഡ് ആണെങ്കിൽ നമ്മൾ ഹാൻഡിൽ എറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവാലിഡ് ഇമെയിലിൻ്റെ മെസ്സേജ് പാസ് ചെയ്തു. ഇത് കോപ്പി ചെയ്തെടുത്തു. ദെൻ പാസ്വേഡ് ഇൻവാലിഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇൻവാലിഡ് ഇമെയിലിൻ്റെ പാസ്വേഡിന് പകരം നമുക്ക് ChatGPT ചോദിക്കാം. റൈറ്റ് എ എറർ മെസ്സേജ് if the provided password not meeting requirements for sign up should include lowercase, uppercase, number, minimum 6 characters. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടൈറ്റിൽ ഇതിനാണ് പാസ്വേഡ് റിക്വയർമെൻറ്റ് നോട്ട് മെറ്റ്. അത് കോപ്പി ചെയ്തു. ഇൻവാലിഡ് ഇമെയിലിൻ്റെ സ്ഥലത്ത് നമുക്ക് ഈ വാലിഡേഷൻ കൊടുത്തു, പാസ്വേഡ് റിക്വയർമെൻറ്റ് നോട്ട് മെറ്റ് എന്നുള്ളത് കൊടുത്തു. ദെൻ അടുത്ത മെസ്സേജ്, ഓ നോ യുവർ പാസ്വേഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 1 upper case letter, 1 lower case letter, 1 number and be at least 6 character long. പ്ലീസ് അഡ്ജസ്റ്റ് ആൻഡ് ട്രൈ അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാസ്വേഡിൻ്റെ വാലിഡേഷൻ ആഡ് ചെയ്തു. ഇനി അടുത്തത് കൺഫേം പാസ്വേഡും ഈ പാസ്വേഡ് സെയിം ആണെന്ന് നോക്കണം. ഓക്കെ, കൺഫേം പാസ്വേഡ് നമ്മൾ വീണ്ടും വാലിഡേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മീൻസ് പാസ്വേഡ് റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിമ്പിളായിട്ട് നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് ഇവൻറ്റ് ഡോട്ട് പാസ്വേഡ് ഡോട്ട് ഈക്വൽ ഇവൻറ്റ് ഡോട്ട് കൺഫേം പാസ്വേഡ്. അഗെയിൻ നമുക്ക് ChatGPT ചോദിക്കാം. റൈറ്റ് എറർ മെസ്സേജ് ഫോർ കൺഫേം പാസ്വേഡ്. ChatGPT ചോദിക്കുമ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാസ്വേഡ്സ് ഡോണ്ട് മാച്ച്. ഇത് നിങ്ങൾക്ക് നേരിട്ട് ടൈപ്പ് ചെയ്ത് പോകാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തൊക്കെ വാക്കുകൾ കൊടുക്കണം, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എന്താണ്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധർ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ChatGPT കണ്ടൻറ്റ് എടുക്കുന്നത്. നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മെസ്സേജൊക്കെ എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ വെറുതെ ChatGPT പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. oops the passwords you entered don't match, please make sure they match and try again. അപ്പോൾ എന്താ, ഈ പാസ്വേഡിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത് നമുക്ക്? ഇനി നമുക്ക് നെയിം വാലിഡേഷൻ കൊടുക്കാം. അപ്പോൾ നെയിമിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതിലാകെ ആൽഫബറ്റ്സ് മാത്രം മതിയില്ലേ? അതോ വേറെ എന്തെങ്കിലും വാലിഡേഷൻ വേണോ? അതോ ജസ്റ്റ് മിനിമം ഇത്ര ലെങ്ത് മതി, അങ്ങനെ എന്തെങ്കിലും മതിയോ? ഓക്കെ, പാസ്വേഡ് ഇവൻറ്റ് ഡോട്ട് പാസ്വേഡിന് പകരം നമുക്ക് നെയിം കൊടുത്തു. ഓക്കെ, നെയിം നമുക്ക് എംപ്റ്റി മാത്രം നോക്കിയാൽ മതി. റൈറ്റ് എറർ മെസ്സേജ് ഫോർ ഇൻവാലിഡ് പേഴ്സൺ നെയിം ഓൺ സൈൻ അപ്പ്. ഇൻവാലിഡ് നെയിം
ഇൻവാലിഡ് നെയിം എന്ന് കൊടുത്തു. ദെൻ it seems like the name you entered is invalid. Please use only letters and ensure it's correctly formatted. Okay. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പാസ്വേഡ് വാലിഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫംഗ്ഷൻ കൂടി എഴുതാം. ഈസ് നെയിം വാലിഡ് എന്ന് ചോദിക്കാം. ഈസ് നെയിം വാലിഡ് സ്ട്രിംഗ് നെയിം. നമുക്ക് മിനിമം 2 ലെറ്റർ വേണമെന്ന് പറയാം. ഓക്കെ, ദെൻ നെയിം ഓക്കെ. ഇത്രയും കണ്ടീഷൻസാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയായിരിക്കണം വരേണ്ടത്? അപ്പർ കേസും ലോവർ കേസും. ഓക്കെ, അപ്പർ കേസും ലോവർ കേസും മാത്രം മതി, വേറൊന്നും പാടില്ല അല്ലേ? അതായത് ഒരു നെയിമിനകത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ അപ്പർ കേസ് ലോവർ കേസ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സ്പെഷ്യൽ സിമ്പിൾസ് ഉള്ള ചിലപ്പോൾ നെയിംസൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ചൈനീസ് നെയിമൊക്കെ ചിലപ്പോൾ സ്പെഷ്യൽ സിമ്പിൾസ് വരാം. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റിനകത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് അപ്പർ കേസും ലോവർ കേസും മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ന്. ആ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എനിക്ക് ചെണ്ടകൊട്ട് കേൾക്കുന്നുണ്ടോ? ചെണ്ടകൊട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അത്രയും നല്ല നോയ്സ് ഉണ്ട് ഇവിടെ. ഭയങ്കര നോയ്സാണ്, ഭയങ്കര ചെണ്ടകൊട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, സോറി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെയിം ഓക്കെ. അപ്പർ കേസ് എന്തായാലും വേണമെന്ന് പറയണോ? അതോ ഓക്കെ, അത് വേണ്ട. അപ്പർ കേസ് ലോവർ കേസിൻ്റെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പർ കേസ് ലോവർ കേസ് നമുക്ക് ചെക്കിങ്ങിൽ വെക്കേണ്ട. ഓക്കെ, ഡിജിറ്റ്സ് ദെൻ നമുക്ക് ഓർ സിമ്പിൾ കൊടുക്കാം. ദെൻ ഓക്കെ, അതായത് ഡിജിറ്റ്സോ സ്പെഷ്യൽ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ നെയിം കൊടുത്തിരിക്കുന്ന നെയിമിനകത്ത് ഡിജിറ്റോ സ്പെഷ്യൽ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അത് വാലിഡ് അല്ല. തൽക്കാലത്തേക്ക് അത്രയും വെച്ചാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി നമുക്ക്. ക്ലിയർ ആയില്ലേ? അതായത് ഒരു യൂസർ ഒരു പേര് കൊടുത്തു, ആ പേരിനകത്ത് നമ്പറോ സ്പെഷ്യൽ ക്യാരക്ടറുകളോ ഉണ്ടെങ്കിൽ ആ നെയിം വാലിഡ് അല്ല എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനകത്ത് തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ഓക്കെ, മറ്റ് കണ്ടീഷൻസൊക്കെ നമുക്ക് റിമൂവ് ചെയ്തേക്കാം, കാരണം ഒന്നും ആവശ്യമില്ല. പിന്നെ മിനിമം ലെങ്ത്ത് വേണമെന്നുണ്ട്. സോ ഇവിടെ നമുക്കൊരു ഇട്ട് മിനിമം ലെങ്ത്തും വേണം. ഡിജിറ്റ് ആവരുത്, സ്പെഷ്യൽ ക്യാരക്ടർ ആവരുത്, മിനിമം ലെങ്ത്ത് വേണം. ഇതാണ് നമുക്ക് നെയിമിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ ചിലർ പേര് എഴുതുമ്പോൾ ഇടയിലൊരു ഡോട്ട് ഇടും അല്ലേ? ഇപ്പോൾ ഇനീഷ്യൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടറിൻ്റെ ലിസ്റ്റ് ചെയ്യുന്ന $! ആൻഡ് സ്റ്റാർ ബ്രാക്കറ്റ്സ് അവിടെ ഒരു ഡോട്ട് ഉണ്ട്. ഈ ഡോട്ട് നമുക്ക് റിമൂവ് ചെയ്യാം, കാരണം ഡോട്ട് ചിലപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യും. അപ്പോൾ ഡോട്ട് നമുക്ക് അലോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാലിഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ നമുക്ക് ഓതൻറ്റിക്കേഷൻ ബ്ലോക്കിലേക്ക് പോകാം. നെയിം ഇവിടെ നമുക്ക് ഈസ് നെയിം ഇൻവാലിഡ്
ഈസ് നെയിം വാലിഡ് എന്നുള്ള സാധനത്തിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് നെയിം കൊടുത്തു. ദെൻ ഇൻവാലിഡ് നെയിം. ഓക്കെ ഫൈൻ. അപ്പോൾ അതിൻ്റെ എറർ മെസ്സേജ് നമ്മൾ കാണിച്ചു. അടുത്തത് ഡൊമൈനാണ്. അപ്പോൾ അടുത്ത ഡൊമൈൻ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് EasyEmpty മാത്രം നോക്കിയാൽ മതി. ലൈക്ക് ഇവൻറ്റ് ഡോട്ട് ഡൊമൈൻ ഡോട്ട് ഈസ് എംപ്റ്റി ആണെങ്കിൽ എന്ത് വേണം? ഡൊമൈൻ എംപ്റ്റി ആണെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. റൈറ്റ് എറർ മെസ്സേജ് ടു ബി displayed in the registration page, registration screen if the user not ended a specialization or domain for our terrible ഓക്കെ. നമുക്ക് ഡൊമൈൻ റിക്വേർഡ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ആളിപ്പോൾ ഡൊമൈൻ എംപ്റ്റി ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡൊമൈൻ EasyEmptyക്ക് പകരം ഡൊമൈൻ ഡോട്ട് ട്രിം എന്ന് കൊടുത്തേക്കാം. അതായത് ചുമ്മാ സ്പേസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് വാലിഡ് അല്ല. സ്പേസ് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഉള്ള പേരെടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഡൊമൈൻ ട്രിം ചെയ്തിട്ട് EasyEmpty അല്ലെങ്കിൽ മീൻസ് അത് എംപ്റ്റി ആണെങ്കിൽ അത് ഡൊമൈൻ റിക്വേർഡ് എന്നുള്ളൊരു എറർ മെസ്സേജ് കൊടുത്തു. oops, please enter your specialization or domain to proceed. It's essential for us to match you with the right opportunities. ഓക്കെ. നമുക്ക് മെസ്സേജ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. അത് ടൈപ്പ് ചെയ്തിടാം. to craft better interview questions for you. നമ്മുടെ ഇൻ്റർവ്യൂ ക്രാഫ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആളുടെ ഡൊമൈൻ അറിഞ്ഞാലാണ് ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ അയാൾക്ക് അയാളുടെ ഡൊമൈൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈനിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓട്ടോ സജഷൻ പോലെയൊക്കെ വരണമെങ്കിൽ നമുക്ക് ആളുടെ ഡൊമൈൻ വേണം. അപ്പോൾ അതിനെ പറയുന്നതാണ് നമുക്ക് ഡൊമൈൻ ഉണ്ടെങ്കിലാണ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ അസ് ടു ക്രാഫ്റ്റ് ബെറ്റർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് ആക്കി മാറ്റി നമ്മളതിനെ. അതും കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതിനകത്തൊക്കെ എല്ലാത്തിലും അതായത് ഇങ്ങനത്തെ എന്ത് എറർ വന്നാലും നമ്മളിവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡിംഗ് ഇൻഡിക്കേറ്റർ കാണിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് റിട്ടേൺ ചെയ്യാം. ഈ എല്ലാ എറർ കേസിലും റിട്ടേൺ കൊടുക്കാം. ഇങ്ങനത്തെ ഒരു എററും ഇല്ലെങ്കിൽ, അതായത് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ എററുകളൊന്നുമില്ലെങ്കിൽ മാത്രമേ ലോഡിംഗ് ഇൻഡിക്കേറ്റർ കാണിക്കുള്ളൂ. ലോഡിംഗ് ഇൻഡിക്കേറ്റർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫയർബേസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഫയർബേസിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ പിന്നെ എറർ ഹാൻഡിൽ ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആയി ചോദിക്കുന്നു. നമുക്ക് ഇതിനകത്തുനിന്ന് സൈൻ ഇൻ പേജിനകത്തോട്ട് മീൻസ് സൈൻ ഇൻ്റെ സ്ക്രീനിനകത്ത് കൊടുക്കേണ്ട കുറച്ച് വാലിഡേഷൻസ് ഉണ്ടല്ലോ. ഇമെയിലും ഓക്കെ, ഇമെയിലിൻ്റെ വാലിഡേഷൻ കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഇമെയിൽ വാലിഡേഷൻ കൊടുക്കാം. ഇനി പാസ്വേഡിൻ്റെ വാലിഡേഷൻ നമുക്ക് ചെയ്യേണ്ടത്, പാസ്വേഡ് നമുക്ക് എംപ്റ്റി വാലിഡേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ റീസൺ ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇമെയിലിൻ്റെ വാലിഡേഷൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഒരു എൽസിഫിനകത്ത് നമുക്ക് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ പാസ്വേഡ് ട്രിം ചെയ്ത് എംപ്റ്റി ആണെങ്കിൽ പ്ലീസ് പ്രൊവൈഡ് എ പാസ്വേഡ് എന്നുള്ള സാധനം മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അത് നമുക്ക് അഗെയിൻ ChatGPT എടുത്തുനിന്ന് അതിൻ്റെ മെസ്സേജ് എടുക്കാം. ഗീവ് എറർ മെസ്സേജ് ഫോർ എംപ്റ്റി പാസ്വേഡ് ഓൺ സൈൻ ഇൻ സ്ക്രീൻ. ഓക്കെ.
പാസ്വേഡ് റിക്വയർഡ് ലുക്സ് ലൈക്ക് യു ഫോർഗോട്ട് ടു എൻ്റർ പ്ലീസ് പ്രൊവൈഡ്. ഓക്കെ, നമുക്ക് പാസ്വേഡ് റിക്വയർഡ് കൊടുക്കാം. ദെൻ വേറെന്തായിരുന്നു? ഓക്കെ, ഈ ഒരു ഡീറ്റെയിൽ മെസ്സേജും പാസ്വേഡിൻ്റെ എററായിട്ട് കൊടുക്കാം. ഇത്രയാണ് വാലിഡേഷൻസ്. നമുക്കത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പാസ്വേഡിൻ്റെ ബാക്കി വാലിഡേഷൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന ഏരിയ ആണല്ലോ. സൈൻ ഇൻ ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് അങ്ങനത്തെ പാസ്വേഡിൻ്റെ വാലിഡേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പാസ്വേഡ് സൈനപ്പ് ചെയ്യുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്, നമുക്ക് ഡിജിറ്റ് വേണമായിരുന്നു, അപ്പർ കേസ് വേണമായിരുന്നു, ലോവർ കേസ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണമായിരുന്നു. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇത് വെച്ചിട്ട് ഞാൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. ഡിജിറ്റ്, അപ്പർ കേസ്, ലോവർ കേസ്, മിനിമം ലെങ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാസ്വേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് അതാണ്. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ A12345 ഇങ്ങനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ വാലിഡ് ആണല്ലോ, കാരണം ഇതിനകത്ത് ഡിജിറ്റ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ഡിജിറ്റ്സ് മീൻസ് ലെങ്ത്ത് മാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ പാസ്വേഡ് ഇപ്പോൾ ഇതാണ്. ഞാൻ ഇപ്പോൾ സൈൻ ഇൻ ബ്ലോക്കിനകത്ത് മീൻസ് സൈൻ ചെയ്യുന്ന സമയത്ത്, ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡിൻ്റെ വാലിഡേഷൻ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നോക്കാം. അപ്പോൾ യൂസർക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് ഇത് മാച്ച് ആയിട്ടുള്ളൊരു സാധനം വന്നാൽ മാത്രമേ നമുക്ക് API കോൾ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റ് സൈഡ് തന്നെ എററായിട്ട് കാണിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഞാൻ നെക്സ്റ്റ് വെർഷനൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു റിക്വയർമെൻറ്റ് വന്നു, സ്പെഷ്യൽ ക്യാരക്ടർ കൂടെയും പാസ്വേഡിലേക്ക് റിക്വയർമെൻ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പാസ്വേഡ് ഈ സ്ഥലത്ത് പോയിട്ട് സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ എനേബിൾ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് വരുന്ന പുതിയ അക്കൗണ്ട്സുകൾക്കെല്ലാം സ്പെഷ്യൽ ക്യാരക്ടറോട് കൊടുത്താലാണ് പാസ്വേഡ് വാലിഡ് ആവുള്ളൂ, അല്ലേ? അത് പുതിയൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പാസ്വേഡ് കൊടുത്താൽ അത് വാലിഡ് ആവില്ല. അവരൊരു സ്പെഷ്യൽ ക്യാരക്ടറോട് കൊടുക്കേണ്ടി വരും. അപ്പോൾ സൈനപ്പിൻ്റെ ഏരിയയിൽ ഇഷ്യൂ ഒന്നുമില്ല. ഇനി സൈൻ ഇൻ ഏരിയയിലേക്ക് വരാം. നമ്മൾ അവിടെയും ഈ വാലിഡേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത്, അതായത് യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്തും എന്ത് ചോദിക്കും? സ്പെഷ്യൽ ക്യാരക്ടർ ഇല്ല, അതുകൊണ്ട് വാലിഡ് അല്ല, സ്പെഷ്യൽ ക്യാരക്ടർ ഉള്ളൊരു പാസ്വേഡ് തരാൻ പറയും. പക്ഷേ എൻ്റെ ഓൾഡ് പാസ്വേഡ് എന്താണ്? സ്പെഷ്യൽ ക്യാരക്ടർ ഇല്ലാത്തതാണ്. അപ്പോൾ എനിക്ക് ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം, അതായത് ഈ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ അപ്പോൾ എനിക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേ പാസ്വേഡ് തന്നെ വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അകത്ത് കയറുമ്പോൾ പാസ്വേഡ് സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആളെ കൊണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട പ്രൊസീജിയറിലേക്ക് അങ്ങനെയൊക്കെ പോണതാണ് എൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് വേ. അതല്ലാതെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡിൽ കൂടുതൽ വാലിഡേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് empty ആണോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. empty അല്ലെങ്കിൽ നമുക്ക് സർവറിലേക്ക് അയച്ചു കൊടുക്കാം. ബാക്കി വാലിഡേഷൻ സർവറിൽ ചെയ്തോട്ടെ, അതിൻ്റെ വാലിഡ് ആണോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർവറിൽ ചെയ്തോട്ടെ. അപ്പം കൂടുതൽ ലോജിക്ക് അപ്പോൾ ഇവിടെ എഴുതരുത്. ഇമെയിൽ വാലിഡിറ്റിയും പാസ്വേഡിൻ്റെ കാര്യങ്ങൾ മാത്രം പാസ്വേഡ് empty ആണോ മാത്രം ചെക്ക് ചെയ്യുക. അതിനുശേഷം സർവറിലേക്ക് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് എക്സ്പെക്റ്റേഷൻ നമ്മുടെ വാലിഡേഷൻസ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് UI സൈഡിൽ നമ്മൾ തൊട്ടിട്ടില്ല. ഓക്കെ, നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നത്? ബ്ലോക്കിനകത്ത് മാത്രമാണ് നമ്മൾ അതിൻ്റെ ലോജിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ ചെയ്തു. പാസ്വേഡ് റിക്വയർഡ് ലുക്ക് ലൈക്ക് യു ഫോർഗോട്ട് ടു എൻ്റർ യുവർ പാസ്വേഡ്, പ്ലീസ് പ്രൊവൈഡ് യുവർ പാസ്വേഡ് ടു സൈൻ ഇൻ. ഓക്കെ, അപ്പോൾ ഇൻവാലിഡ് ഇമെയിലിലേക്ക് ഇത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻവാലിഡ് സോറി, ഈസ് പാസ്വേഡ് വാലിഡ്, ഈസ് ഇമെയിൽ വാലിഡ്. നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതായത് ഇവിടെ പാസ്വേഡ് വാലിഡ് അല്ലെങ്കിലാണ് ഇത് കാണിക്കേണ്ടത്, അല്ലേ? ഓക്കെ, ദെൻ ഇമെയിൽ വാലിഡ് അല്ലെങ്കിൽ ഇത് കാണിക്കണം, പാസ്വേഡ് വാലിഡ് അല്ലെങ്കിൽ ഇത് കാണിക്കണം, ദെൻ നെയിം വാലിഡ് അല്ലെങ്കിൽ ഇത് കാണിക്കണം. ഓക്കെ, ഫൈൻ, ഇത്രേ ഉള്ളൂ. നമുക്കൊന്നും കൂടി റൺ ചെയ്യാം. ഓക്കെ, സൈൻ ഇൻ കൊടുക്കാം. ഇൻവാലിഡ് ഇമെയിൽ, ഊപ്സ് ഇറ്റ് സീംസ് ലൈക്ക് ദ ഇമെയിൽ യു എൻറ്റേർഡ് ഈസ് ഇൻവാലിഡ്, പ്ലീസ് ഡബിൾ ചെക്ക് ആൻഡ് ട്രൈ അഗെയിൻ. നമുക്കൊരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്ത് നോക്കാം. അഗെയിൻ സൈൻ ഇൻ കൊടുത്തു, ഇൻവാലിഡ് ഇമെയിൽ എന്ന് വന്നു. ദെൻ @ കൊടുത്തു.
അത് കൊടുത്തു, സൈൻ കൊടുത്തു, ഇൻവാലിഡ് ഇമെയിലാണ്. ദെൻ ഡോട്ട് അത് കൊടുത്തു, പാസ്വേഡ് റിക്യൂർഡ് എന്ന് പറഞ്ഞു. മീൻസ് മെയിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ദെൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ദെൻ പാസ്വേഡ് നമ്മൾ 2 കൊടുത്തു. ഓക്കെ, ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്നുള്ള എറർ ഫയർബേസിന് വന്നു. നമ്മൾ ക്രെഡൻഷ്യൽ ആർ ഇൻകറക്റ്റ്, ഡബിൾ ചെക്ക് ആൻഡ് ട്രൈ അഗെയിൻ, നീഡ് അസിസ്റ്റൻസ്, കോൺടാക്ട് സപ്പോർട്ട്, അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുത്തു. ഇനി നമുക്ക് സൈനപ്പിലേക്ക്, ഇത്രയാണ് ഇനി സൈൻ ഇൻ പേജിനകത്തുള്ള വാലിഡേഷൻസ്. ഇനി സൈനപ്പിലേക്ക് പോകാം. സൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇൻവാലിഡ് ഇമെയിൽ, നമ്മളിപ്പോൾ ഒരു ഇമെയിൽ കൊടുത്തു, gmail.com. ദെൻ സോറി, നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് പേരായിരുന്നു. ഓക്കെ, ഇമെയിൽ നമ്മൾ കൊടുത്തു. ഇമെയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പാസ്വേഡ് റിക്വയർമെൻറ്റ് നോട്ട് മെറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമുക്കിത് പ്രോപ്പർലി ഓർഡർ ചെയ്യണം. അതായത് ആദ്യം നമ്മുടെ UI-നകത്ത് ഇട്ടിരിക്കുന്നത് എന്താണ്, ആദ്യം നെയിം പിന്നെ ഡൊമൈൻ. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഇൻവാലിഡ് ഇത് 2 കാര്യങ്ങളും ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ മുമ്പ് കൊണ്ടുവന്ന് തരണം. ഓക്കെ, കാരണം എന്നാലേ ആ ഒരു പ്രോപ്പർ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അഗെയിൻ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്തോ? ഓക്കെ, റീലോഡ് ചെയ്തു. ദെൻ സൈനപ്പ് കൊടുത്തു. ഇൻവാലിഡ് നെയിം വന്നു. ഇറ്റ് സീംസ് ലൈക്ക് ദ നെയിം യു എൻറ്റേർഡ് ഈസ് ഇൻവാലിഡ്, പ്ലീസ് യൂസ് ഓൺലി ലെറ്റേഴ്സ് ആൻഡ്. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ 2 സ്പെഷ്യൽ ക്യാരക്ടർ എടുത്ത് നോക്കാം, അപ്പോഴും എറർ വരും. ഇനി ജസ്റ്റ് ഒരു അക്ഷരം മാത്രമായിട്ട് കൊടുത്ത് നോക്കാം, അപ്പോഴും എറർ വരും. ഓക്കെ, ദെൻ ജസ്റ്റ് ഒരു പേര് കൊടുത്ത് നോക്കാം, അപ്പോൾ ആ നെയിമിൻ്റെ എറർ മാറി. ഇനി ഡൊമൈൻ റിക്വയർഡ്, അപ്പോൾ നമുക്കൊരു ഡൊമൈൻ കൊടുത്ത് നോക്കാം. അഗെയിൻ ദെൻ ഇൻവാലിഡ് ഇമെയിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇമെയിൽ ID കൊടുത്ത് നോക്കാം, gmail.com. അപ്പോൾ പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് നോട്ട് മെറ്റ് വന്നു. ദെൻ 1 2 3 4 5 6 7 8 എന്ന് മാത്രം കൊടുത്തു, അപ്പോഴും പാസ്വേഡ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. ദെൻ നമുക്ക് user@123 എന്ന് കൊടുത്തു. സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അറ്റ് കൊടുക്കണ്ട. ഓക്കെ, user@123 കൊടുത്തു. ദെൻ സൈനപ്പ് കൊടുത്തപ്പോൾ അപ്പോഴും പാസ്വേഡ് റിക്വയർമെൻറ്റ് മീറ്റ് ആയിട്ടില്ല. കാരണം എന്താണ്, അപ്പർ കേസ് ലെറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പാസ്വേഡ് ഇനിയിപ്പോൾ അപ്പർ കേസ് വേണ്ട, സ്പെഷ്യൽ ക്യാരക്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അപ്പർ കേസ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട്, ഓക്കെ അത് വേണ്ട, നമുക്ക് പ്രോപ്പറായിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ A ക്യാപിറ്റൽ കൊടുത്തു, ദെൻ U ക്യാപിറ്റൽ കൊടുത്തു, user@123 എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി, കൺഫേം പാസ്വേഡിൻ്റെ എറർ വന്നിട്ടില്ല. ഒതൻറ്റിക്കേഷൻ ബ്ലോക്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈസ് ഇമെയിൽ വാലിഡ്, പാസ്വേഡ് വാലിഡ്, പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഈക്വൽ ആണെങ്കിൽ, അഗൈൻ ഇവിടെയും തെറ്റിപ്പോയി, നമ്മുടെ കണ്ടീഷൻ നോട്ട് ഈക്വൽ ആണ് വേണ്ടത്. ഓക്കെ, ഫൈനലി അപ്പോൾ ഇതിപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു. ദെൻ ആൻഡ്രോയിഡ്, ദെൻ gmail.com, ദെൻ user@123. ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുത്തു നോക്കി. പാസ്വേഡ് ഡോണ്ട് മാച്ച് വന്നു. ഇനി നമുക്ക് user@123 കൊടുത്തു. അപ്പോൾ ക്രിയേറ്റിംഗ് അക്കൗണ്ട് വന്നു. എറർ വന്നിട്ടുണ്ട്. എററിൻ്റെ റീസൺ ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, അത് അഗൈൻ നമുക്കറിയാം, കാര്യം എന്താണെന്ന് അറിയാം, നമുക്കത് പ്രോപ്പറായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് സെയിം മെയിൽ ID യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് വൈ കഴിഞ്ഞിട്ടൊരു ഡോട്ട് കൊടുത്ത് നോക്കാം. സൈനപ്പ് കൊടുത്തു. സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ കൺസോളിൽ പോയി നോക്കാം, ഇവിടെ അത് വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ റീലോഡ് ചെയ്ത് നോക്കി, വൈ കഴിഞ്ഞിട്ടുള്ളൊരു ഇതിട്ടിട്ട് പാസ്വേഡ് മീൻസ് അതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാലിഡേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത്
ഡാറ്റാബേസിലേക്കൊരു പുതിയ പ്രൊഫൈൽ കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും ഫോർഗട്ട് പാസ്വേഡ് സ്ക്രീനുമാണ്. നമുക്ക് സൈനപ്പ്, സൈൻ ഇൻ, ഫയർബേസിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, വാലിഡേഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കവർ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ.